ശ്രീ സജീവൻ, താങ്കൾക്ക് പറയുന്നത് തുടരാം. താങ്കൾ ഇപ്പോൾ എം.ആർ. അജിത് കുമാർ ചെയ്തത് വൃത്തികേടായി പോയി എന്ന് പറയുന്നു. പക്ഷേ ആ വൃത്തികേട് തുടരെ പല കാര്യങ്ങളിലായി നടത്താൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ടല്ലോ. അപ്പോൾ അതിനെങ്ങനെയാണ് ഈ സംവിധാനങ്ങൾ അദ്ദേഹത്തിന് സഹായിക്കുന്നത്? എം.ആർ. അജിത് കുമാർ ചെയ്ത് വൃത്തികേടെന്ന് മാത്രമല്ല, അദ്ദേഹത്തെ ഇപ്പോൾ സംരക്ഷിക്കുന്ന നടപടിയുണ്ടല്ലോ, ആ പോലീസ് ചെയ്താലും ഭരണകൂടം ചെയ്താലും അതും വൃത്തികേട്. രണ്ടിനെയും ചേർത്താണ് ഞാൻ വൃത്തികേട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് നമുക്കറിയാം. ഇപ്പം അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അനുകൂലമായിട്ട് പറയുന്ന ആളുകൾ പലരും പറയുന്നത് അജിത് കുമാറിനെതിരെ എന്തെല്ലാം കേസുകളുണ്ടായിരുന്നു, എന്തെല്ലാം ആരോപണങ്ങളുണ്ടായിരുന്നു, അതെല്ലാം അന്വേഷണത്തിൽ തെറ്റാണെന്ന് തെളിഞ്ഞല്ലോ എന്നാണ്. നമുക്കറിയാം, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ, പ്രത്യേകിച്ച് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ രണ്ടിനും ഈ അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ എളുപ്പമാണ്. കാരണം ഒരാളെ കൊടുക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് കൊടുക്കാം. ഇദ്ദേഹം തന്നെ, അജിത് കുമാർ തന്നെ ഇടപെട്ടൊരു കേസാണല്ലോ നമ്മൾ ഈ എലത്തൂരുള്ള തീവച്ച കേസ്. ട്രെയിനിൽ തീവച്ച ആ സംഭവത്തിൽ അതിലെ പ്രതികളെ പിടിച്ച് കൊണ്ടുവരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ അവിടെ പോയിട്ട് അതിൻ്റെ വീഡിയോ എടുത്തു. അതിൻ്റെ പേരിൽ ഇതേ റാങ്കിലുള്ള ADGP റാങ്കിലുള്ള വിജയനെ എത്ര കാലം സസ്പെൻഡ് ചെയ്തു? അദ്ദേഹം എന്തായതുള്ളത്? മാധ്യമപ്രവർത്തകരെ വിളിച്ചു കൊണ്ടുകൊണ്ട് കാണിച്ചു കൊടുക്കുമായിരുന്നു, അല്ലെങ്കിൽ പ്രതിയെ സംരക്ഷിക്കുകയായിരുന്നു. അപ്പോൾ ഒരാളെ കൊടുക്കണമെങ്കിലും ഒരാളെ രക്ഷിക്കണമെങ്കിലും വളരെ എളുപ്പമാണ്. അതുകൊണ്ട് അജിത് കുമാറിനെതിരെ നടന്നുള്ള ഈ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടുകളെല്ലാം അത് വളരെ ശുദ്ധമാണ് എന്നും ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോഴും ഇവിടെ പോലും നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും അജിത് കുമാറിനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് നടന്നുകൊണ്ടിരിക്കും. ഈ പാവം ട്രാക്ടർ ഓടിച്ച അയാളെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവില്ല. അജിത് കുമാർ വളരെ ശുദ്ധനാണ് എന്ന ഒരു റിപ്പോർട്ടിലേക്ക് അവസാനം കാര്യങ്ങൾ എത്താനാണ് വളരെ സാധ്യത. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.